ഹായ് ഓൾ, ഹെൽസ് ആൻഡ് ബേബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്ന പുതിയൊരു മോഡലാണ്. അത് എല്ലാ ഡ്രസ്സസിൻ്റെയും കൂടെ നമുക്ക് ആപ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മോഡൽ ബ്രായാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് സാഗി ബ്രസ്റ്റുകാർക്കും ഒപ്പം തന്നെ നല്ല സപ്പോർട്ടും കാര്യങ്ങളും തരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മോഡൽ ബ്രായാണ്. നമുക്ക് ഏതാണ് ആ പ്രോഡക്റ്റ് എന്നുള്ളത് ഒന്ന് പരിചയപ്പെടാം. നമ്മൾ മാനിക്യൂണിൽ ഇട്ടിരിക്കുന്ന ആ പ്രോഡക്റ്റാണ് നമ്മളിപ്പം പറഞ്ഞത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഓൾറെഡി ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ ഒരു സ്റ്റിച്ച് പോകുന്നുണ്ട്, താഴെ നിന്ന് ഒരു സ്റ്റിച്ച് പോകുന്നുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളത്തെ പോർഷൻ ഒരു മെഷ് പോലെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മെഷ് കൊണ്ടാണ് ഈ ഒരു ഓവറോൾ ഈ ഒരു ഭാഗത്തെ ഈ ഒരു സെൻറ്റർ പോർഷനിലെ കവറേജും അണ്ടർ ആംസിൻ്റെ അവിടെയുള്ള കവറേജും കാര്യങ്ങളും അവർ കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു റൗണ്ടും ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഇതും കൊണ്ടും നമ്മുടെ ബ്രസ്റ്റിന് കൂടുതലായിട്ട് ഷേപ്പും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. താഴത്തെ പോർഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബാൻഡിൻ്റെ വിഡ്ത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ബാൻഡിൻ്റെ വിഡ്ത്ത് നല്ല രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ താഴെ നിന്നുള്ള സപ്പോർട്ടിനും നമുക്കതൊരു നല്ല ഒരു രീതിയിൽ കിട്ടുന്നുണ്ട്. ഇനി സെൻട്രൽ പോർഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പോർഷൻ നമുക്ക് കവേർഡായിട്ട് നിൽക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ ക്ലീവേജ് പോർഷനും നല്ല അപ്പർ പോർഷനും കവേർഡായിട്ട് നിൽക്കുക തന്നെ ചെയ്യും. ഇനി ബാക്കിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് പോർഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സൈഡ് പോർഷനിൽ അണ്ടർ ആംസിൻ്റെ അവിടം വരെയുള്ള എല്ലാം തന്നെ കവേർഡ് ആകുന്ന രീതിയിലുള്ള ഒരു കവറേജും കാര്യങ്ങളാണ് ഈ ഒരു അണ്ടർ ആമിൻ്റെ അവിടെ നിൽക്കുന്നത്. ഇനി സ്ട്രാപ്പിലേക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ സ്ട്രാപ്പ് വന്നിട്ട് നല്ല വീതിയുള്ള വിട്ടുള്ള ഒരു സ്ട്രാപ്പാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ലേസ് പോലത്തെ ഇത് പോകുന്നത് നിങ്ങൾക്ക് കാണാം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൂടുതൽ നമ്മൾക്ക് ഡിഗിങ്ങോ കാര്യങ്ങളോ വരാതെ അല്ലെങ്കിൽ ഓവർ പെയിനോ കാര്യങ്ങളോ വരാതിരിക്കാനായിട്ട് ഒരു സോഫ്റ്റ് ഒരു ചെറിയൊരു ലേസാണ് സൈഡ് സ്ട്രാപ്സിൽ കൊടുത്തിരിക്കുന്നത്. ബാക്ക് പോർഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് പോർഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 3 ഹുക്കും കാര്യങ്ങളുമാണ്. ഒരു യു പോർഷനിലാണ് അത് നിൽക്കുന്നതും. 3x3 എന്നുള്ള രീതിയിലാണ് ബാക്ക് പോർഷൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാ ഡ്രസ്സസിൻ്റെ കൂടെയും സാരീസിൻ്റെ കൂടെയും സൽവാറിൻ്റെ കൂടെയും ടോപ്സിൻ്റെ കൂടെയും അതേപോലെ തന്നെ നമ്മളുടെ ടീഷർട്ട്സിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഐറ്റമാണ് ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ടീഷർട്ടിനൊക്കെ കൂടെ യൂസ് ചെയ്യുമ്പം സ്റ്റിച്ചസ് നമുക്ക് ഈ കാണുന്ന സ്റ്റിച്ച് വിസിബിൾ ആണോ എന്നുള്ളത്. പക്ഷേ ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. കണ്ടോ, ഇതൊരു ഇന്നറായിട്ടാണ് പോയേക്കുന്നത്, ഇന്നർ സ്റ്റിച്ചായിട്ടാണ് പോയിരിക്കുന്നത്. അകത്താണ് കണ്ടോ ഈ ഒരു ഇതിൽ കട്ടിയിലും കാര്യങ്ങളും വന്നേക്കുന്നത്. അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിഫറൻസ് ഞാൻ കാണിക്കാം. അതായത് നോർമൽ നമുക്ക് വരുന്ന സെൻട്രലിൽ വരുന്ന സ്റ്റിച്ചിൻ്റെ രീതി എന്ന് പറയുന്നത് ഈ ഒരു രീതിയാണ്. അപ്പോൾ ഈ രീതിയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ കുർത്ത ഇടുമ്പോൾ അല്ലെങ്കിൽ മറ്റേ ടീഷർട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റിച്ച് എടുത്ത് കാണണോ എന്നുള്ളൊരു ഫീൽ വരുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു സ്റ്റിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഈ ഒരു സ്റ്റിച്ച് വന്നിട്ട് ഭയങ്കര ലൈറ്റാണ്. കണ്ടോ, വളരെ ലൈറ്റാണ്. അപ്പോൾ അത്ര നൈസായിട്ടുള്ളതിൻ്റെ കൂടെ എന്നല്ല ഞാൻ പറഞ്ഞത്. നോർമൽ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ടോപ്പിൻ്റെ ഒക്കെ കൂടെ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ഇന്നർ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് വിസിബിൾ ആകില്ല. അതാണ് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഡിഫറൻസ് കാണാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ 2 ലേസാന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. ആ ലേസ് നമുക്ക് ചൂടെടുക്കുക എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. പക്ഷേ അത് പുറത്താണ് അവർ ആ ലേസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. കണ്ടോ, പുറത്താണ് അത് വെച്ചിരിക്കുന്നത്. അകത്ത് നമ്മുടെ ബ്രസ്റ്റ് നിൽക്കുന്ന ആ ഒരു ഏരിയ വന്നിട്ട് അവർ വേറൊരു ഇന്നർ ക്ലോത്ത് കൊടുത്താണ് അതിനെ കവർ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് വേറെ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ ചൂടോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാനായിട്ട്. ഇനി ഈ ഒരു പോർഷൻ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇവിടെ ഒന്നും ലേസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. കണ്ടോ, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അവർ കവർ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു പോർഷൻ അത്യാവശ്യം ഇതേപോലെ സ്ട്രെച്ചിങ് ആയതുകൊണ്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും ബ്രാ ഇടുമ്പം പ്രോപ്പറായിട്ടും കൂടെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ സൈഡിൽ അണ്ടർആമിൻ്റെ ഏരിയ ഒക്കെ നല്ല രീതിയിൽ ഒന്ന് വലിച്ച് ശ്രദ്ധിച്ച് ഒന്ന് ഇട്ട് കവർ ചെയ്ത് നമ്മുടെ ഫ്ലഷ് എല്ലാം ഉള്ളിലേക്ക് കവർ ചെയ്യുന്ന രീതിയിലും കൂടെ ഒന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളൂ. അപ്പോൾ ഇത് അത്യാവശ്യം സ്ട്രെച്ചിങ്ങും കൂടെ ആയതുകൊണ്ട് നല്ല രീതിയിൽ ഒരു അണ്ടർആംസിൻ്റെ അവിടെ കവറേജും കാര്യങ്ങളും വരുന്നതായിരിക്കും. ഇത് നമ്മുടെ ഷോപ്പിൽ റെഡി ടു ഡെസ്പാച്ച് ആണ്. C കപ്പ്, D കപ്പ്, E കപ്പ്, F കപ്പ് വരെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. C കപ്പിൽ 36 തൊട്ട് 44 F വരെയാണ് നമ്മൾ ഷോപ്പിൽ റെഡി ടു ഡെസ്പാച്ച് ആക്കി നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1049 രൂപയാണ്. കപ്പിൻ്റെ സൈസിൻ്റെയും ഇതനുസരിച്ച് സ്ലൈറ്റ് ഡിഫറൻസ്
പ്രൈസിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഓർഡർ പ്ലേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഒപ്പം തന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പം കപ്പ് സൈസ് വളരെ മെൻഷനായിട്ട് തന്നെ പറയണം. എന്നാലാണ് നമുക്ക് കൂടുതലായിട്ട് കറക്റ്റ് ഏതാണ് കസ്റ്റമർക്ക് എന്നുള്ളത് നോക്കി നമുക്ക് തരാൻ കഴിയുള്ളൂ. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒട്ടും ഡൗട്ട് വേണ്ട. കാരണം നമുക്ക് നമ്മുടെ ബ്രസ്റ്റിന് നല്ല രീതിയിൽ ഷേപ്പ് നിലനിർത്തുന്ന ഒരു പുതിയൊരു മോഡലായിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നമുക്ക് കളേഴ്സും കൂടെ ഞാനൊന്ന് മെൻഷൻ ചെയ്യും കേട്ടോ. ഞാൻ മറന്നുപോയി. ഒന്ന് ബ്ലൂ കളറിലുണ്ട്, ഒന്ന് ഈ മെറൂൺ കളറിലുണ്ട്, പിന്നെ ഒന്ന് ന്യൂഡാണ്. നമുക്ക് 3 കളേഴ്സിലാണ് നമുക്ക് ഇപ്പം ഷോപ്പിൽ അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു മോഡലിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. നമ്മുടെ പുതിയ പുതിയ ഓഫേഴ്സും പുതിയ മോഡൽസും കാണാനാണ് നമ്മൾ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.